ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജയ്പൂർ പാലസ്, ജന്തർ മന്ദർ, ഹവാ മഹൽ എന്നിവ കാണാനാണ് പോകുന്നത്. രാവിലെ തന്നെ സിറ്റി റോഡ് മുഴുവൻ തിരക്കിലാണ്. ഈ റിക്ഷകൾ റോഡിലൂടെ പായുന്നു. നമ്മുടെ നാട്ടിലെ ഓട്ടോ ചേട്ടന്മാരെ പോലെ പറപ്പിച്ചാണ് പോക്ക്. ജയ്പൂർ പാലസ് കാണാൻ പോകുന്ന വഴിക്ക് ഇടതുവശത്തായി ഹവാ മഹൽ കാണാം. ഹവാ മഹലിന് അടുത്ത് തന്നെയാണ് പാലസ്. റോഡിന് ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾക്ക് എല്ലാം പിങ്ക് നിറം. പിങ്ക് സിറ്റി എന്ന പേര് അവർ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കാർ ജയ്പൂർ പാലസിന്റെ ആദ്യത്തെ ഗേറ്റ് കടന്നു. ഈ ഗേറ്റിന്റെ പേര് വീരേന്ദ്ര പോൾ. പോൾ എന്നാൽ ഗേറ്റ് എന്നർത്ഥം. ഇതാണ് രണ്ടാമത്തെ ഗേറ്റ്, ഉദയ് പോൾ എന്ന് വെച്ചാൽ ഗേറ്റ് ഓഫ് റൈസിംഗ് സൺ. ഇത് മൂന്നാമത്തെ ഗേറ്റ്, ട്രിപ്പോളിയ പോൾ. ട്രിപ്പോളിയ എന്ന് പറഞ്ഞാൽ 3 ആർച്ചസ്. ഇത് പീക്കോ ഗേറ്റ്. അതിലൂടെ നമ്മൾ അകത്ത് കടക്കുകയാണ്. ഇടതുവശത്തായി ടിക്കറ്റ് കൗണ്ടർ. പാലസിന്റെ അകത്ത് കടക്കാൻ സ്പെഷ്യൽ ടൂർ ടിക്കറ്റ് വാങ്ങണം. 3000 രൂപയാണ് ഒരാൾക്ക്. എന്തായാലും അതിന് ഞങ്ങൾ പോയില്ല. സാധാരണ ടിക്കറ്റ് വാങ്ങി അകത്ത് കയറി. അകത്ത് കയറി ചെല്ലുമ്പോൾ അവിടെ ഏതോ പ്രോഗ്രാം കഴിഞ്ഞ് സാധനങ്ങൾ ട്രക്കിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഇതാണ് ദിവാൻ ഇ കാസ്. കാശ് ഉണ്ടെങ്കിൽ മാരേജ് ഫംഗ്ഷനൊക്കെ ഇവിടെ വെച്ച് നടത്താം. ഇതാണ് ആ പാലസ്. മഹാരാജ സവായ് ജയ്സിംഗ് രണ്ടാമൻ 1727 കൊട്ടാരം പണി പൂർത്തിയാക്കിയത്. രജപുത്ര മുഗൾ യൂറോപ്യൻ ശൈലിയിലാണ് പാലസ് പണിതിരിക്കുന്നത്. കൊട്ടാരത്തിന്റെ മതിലിനുള്ളിൽ നിന്നും അടുത്ത ഗേറ്റ് വഴി പുറത്തേക്ക് കടന്നു. പാലസിൽ ഇപ്പോഴും രാജകുടുംബം താമസിക്കുന്നുണ്ട്. അവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശമില്ല. ചന്ദ്രമഹൽ എന്നാണ് അവിടം അറിയപ്പെടുന്നത്. നേരെ കാണുന്നത് മുബാറക് മഹൽ. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. അവിടേക്ക് ക്യാമറ അനുവദിക്കില്ല. മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന ചിത്രപ്പണിയുള്ള വസ്ത്രങ്ങൾ, പശ്മിന ഷാളുകൾ, ആയുധങ്ങൾ, പാത്രങ്ങൾ എന്നിവ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നാൽ ജന്തർ മന്ദർ എത്തും. ഹാർമണി ഓഫ് ഹെവൻസ് എന്നും പറയും. ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇതാണ് ദക്ഷിൺ ഭിത്തി യന്ത്ര. ഇതാണ് ബൃഹത് സമ്രാത് യന്ത്ര. ഇത് നാഡി വലയ യന്ത്ര.
ഇത് ലഘു സാമ്രാട്ട് യന്ത്ര. ഇവിടെ നിന്നും കുറച്ചു ദൂരം നടന്നാൽ ഹവാ മഹൽ എത്തും. മഹാരാജ സവായ് പ്രതാപ് സിംഗ് ആണ് ഹവായ് മഹൽ പണി കഴിച്ചത്. രജപുത്ര മുഗൾ വാസ്തുവിദ്യാ ശൈലിയിൽ 953 ജനലുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താണ് ശില്പിയായ ലാൽ ചന്ദ് ഉസ്താദ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് തെരുവിൽ നടക്കുന്ന ആഘോഷങ്ങൾ കാണുന്നതിനു വേണ്ടി പണിതതാണ് ഹവാ മഹൽ. ഹവാ മഹൽ കണ്ടതിനു ശേഷം ഞങ്ങൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു.